ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് എൻ്റെ വയറ്റ് പൊങ്കാലയാണ്. 7ാം മാസത്തിൽ ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ വയറ്റ് പൊങ്കാല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാവുകയാണ്. തലേ ദിവസം തന്നെ കാത്തു എനിക്ക് സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു സാരി പ്ലീറ്റൊക്കെ എടുത്ത് വെച്ച് വന്നുകൊണ്ട് 4:30 ഞാൻ എണീറ്റത്, ഇച്ചിരി ലേറ്റപ്പ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് സാരി കൊടുത്ത് റെഡിയാവാൻ പറ്റി. ഞാൻ എന്താ ഇനി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി ഇപ്പം എൻ്റെ വീട്ടിലൊന്നും വയറ്റ് പൊങ്കാല എന്ന് പറയുന്നൊരു ചടങ്ങില്ല. ഷൈജൻ്റെ വീട്ടിലത് മുന്നേ ചെയ്യാറുണ്ട്. അപ്പം പലയിടത്തും പല രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ കൊല്ലം ആ സൈഡിലൊക്കെയാണ് ഇത് കുറച്ച് മസ്റ്റായിട്ട് ചെയ്യുന്നത്, വയറ്റ് പൊങ്കാല എന്ന് പറയുന്നത്. ഇത് നമ്മൾ 7ാം മാസത്തിൽ ഗർഭിണിയായ സ്ത്രീകൾ സൂര്യഭഗവാന് വേണ്ടിയിട്ട് നേർച്ച പോലെ ഇടുന്നൊരു പൊങ്കാല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ പൊങ്കാല ഇട്ട് തീർക്കണം, അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വലി എൻ്റെ കൂടെ നിൽക്കുന്നത് ലീലമ്മയാണ്. അയിൽജൻ്റെ റിലേറ്റീവാണ് ലീലമ്മ. അപ്പോൾ ലീലമ്മയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്ന് എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തന്ന് എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തത്. എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തതെന്നല്ല, ലീലമ്മയാണ് ഓൾമോസ്റ്റ് എല്ലാ പണികളും ചെയ്തത്. ഞാൻ കൂടെ നിന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതലും ശരി. അപ്പം ഞാൻ എൻ്റെ 7ാം മാസത്തെ വയറ്റ് പൊങ്കാല ഇടുവാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു അയ്യോ എങ്ങനെ പൊങ്കാലയിടും, ടയറിങ് ആവും. പക്ഷേ ഏർലി മോർണിംഗ് ആയിരുന്നു. അതിൻ്റെ തലേ ദിവസം നമുക്ക് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നമുക്ക് ക്ലൈമറ്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇരുന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ തന്നെയാണ് ഇട്ടത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി പൊങ്കാല ഇട്ടു. അപ്പോൾ ബാക്കി നിങ്ങൾ വ്ളോഗ് കാണും. അപ്പം നമ്മൾ ശർക്കര പായസമാണ് കേട്ടോ ഇട്ടത്. അരിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ശർക്കര ഇട്ട് പിന്നെ നെയ്യ് ഒഴിച്ച് തേങ്ങ ഇട്ട് ലാസ്റ്റ് പഴവും കൂടെ ഇട്ട് അങ്ങനെയുള്ള ശർക്കര പായസമാണ് ഉണ്ടാക്കിയത്. ആക്ച്വലി ഞാൻ മുന്നേ പൊങ്കാലയ്ക്കൊക്കെ പായസം ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പായസം ഇടുന്ന അപ്പോൾ കൂട്ടത്തിൽ ആൾക്കാരൊക്കെ കാണുമല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ പായസം ഇടുന്നത് ഇത് വളരെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തന്നെ ഇടുന്ന ആൾ തന്നെയാണ് ഇത് നിവേദം അങ്ങനെ ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് നിവേദിക്കുന്നതും. അപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ പ്രഗ്നൻസി ജേർണി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ ഓരോ ദിവസവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ഇതായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് അത് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 6:30 മുമ്പ് ആക്ച്വലി നമ്മളത് തിളച്ച് കഴിഞ്ഞതും സൂര്യൻ ഉദിച്ച് വന്നത് ഏകദേശം ഒരേ സമയമായിരുന്നു.
അപ്പോൾ എല്ലാം സമയത്തിന് നന്നായിട്ട് നടന്നു. അപ്പം ഈ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, നിങ്ങളുമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.